ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞായറാഴ്ചയായിട്ട് ധ്യാനോസിന് 11 ട്യൂഷൻ ഉണ്ട്, അബാക്കസ് ഉണ്ട്. പിന്നെ അതിന് ഇരുത്തിയില്ല, കാരണം നേരെ അങ്ങ് വീട്ടിലേക്ക് ഒന്ന് പോകണമായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ധ്യാനോസ് ട്യൂഷൻ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി വരികയാണ്. ഞങ്ങളവിടെ ഞാനും അമ്മയും ഉണ്ട്, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഞങ്ങൾ ഇവനെ എടുത്തിട്ട് നേരെ അങ്ങ് വീട്ടിലേക്ക് പോകാന്ന് വെച്ചിട്ടോ, കാരണം അവിടെ ഇച്ചിരി പരിപാടി ഉണ്ട്, അങ്ങനെ പോകുന്നു. ഹലോ ഗായ്സ്, ഞാനാ പോയി എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അടുപ്പിൽ എന്തായിരിക്കും അറിയാവോ, കിഴങ്ങും ചോറുമാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ വീട്ടിൽ അച്ഛനുണ്ട്, ചേട്ടനുണ്ട്, രേവു അങ്ങ് ആലപ്പുഴ പോയിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് വരൂ, കറി വെച്ച് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞായറാഴ്ചയാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോയതാണ്. അപ്പൊ ഞാൻ കുറച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷേ അത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ അമ്മച്ചി എന്നെ ചീത്ത വിളിക്കുന്നതൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടില്ല കേട്ടോ. അയലക്കുട്ടി, നമ്മൾ കിഴങ്ങ് വെക്കുകയാണ്, ചോറ് വെക്കുകയാണ്, മീൻ മിക്സിയാക്കി. നമ്മൾ ഞാൻ മീൻ കണ്ടിക്കാൻ പോകുന്നു. അപ്പോൾ കുഞ്ഞയല മീനാണ് കേട്ടോ അച്ഛൻ വാങ്ങി വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആ ചട്ടി വെച്ചിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ചട്ടി കയറി ചൂടായി പുകയൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പം അമ്മ അപ്പുറത്ത് മീൻ കറി വയ്ക്കുന്നുണ്ട്, ഞാനും അപ്പുറത്ത് മീൻ കറി വയ്ക്കുന്നുണ്ട്. 2 തരം മീൻ കറിയാണ് വയ്ക്കുന്നത്. അമ്മ വയ്ക്കുന്നത് തേങ്ങ അരച്ച്, ഞാൻ വയ്ക്കുന്നത് പുളിയും മുളകും. അങ്ങനെ ഞാൻ പറയുന്നത്, സ്വന്തം ഭർത്താവിന് വേണ്ടി നിങ്ങളും വയ്ക്കും, ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി ഞാനും വയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചാണ്ട് ഇവിടെ കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണമെന്നൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതെവിടെ ഇതെവിടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഞാൻ അതും എടുത്തിട്ട് ഇതും എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് എനിക്ക് കുറച്ച് മീൻ ഉണ്ട്. അപ്പോൾ ആ മീനൊന്ന് പുളിയും മുളകും ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്കുള്ളതൊക്കെ അടുപ്പിൽ വെച്ച് ഇങ്ങനെ ഉള്ളി ഇടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾക്ക് പേടിയാണോ ഗൈസ്? എനിക്ക് പേടിയാണ് കേട്ടോ, പൊട്ടിത്തെറിക്കുക എവിടെയെങ്കിലും. പണ്ട് കടുവൊക്കെ പൊട്ടിയിട്ട് കണ്ണിൻ്റെ ഇടയിൽ തെറിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അങ്ങനെ പെട്ടെന്ന് നമ്മൾ സ്പീഡപ്പാക്കി ഇട്ടേക്കുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറേ നാട്ടു വർത്താനങ്ങളും നുണകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വോയിസ് ഇട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഉള്ളി ഇട്ട് തുടങ്ങിയത് അമ്മ അവിടെ ഓൾറെഡി അരപ്പൊക്കെ ഒഴിച്ച് വെച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചിലപ്പടയും കൂടെ എൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി അതിനകത്ത് കരിയേപ്പിലയൊക്കെ പിച്ചിയിട്ട്, കുഞ്ഞയലക്കുട്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് വയ്ക്കാം. 2 കറിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്ക് കുറച്ച് ദിവസത്തേക്ക് എടുക്കാമല്ലോ. നിങ്ങൾക്കൊന്നും ഓടി വന്ന് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല, ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ പിന്നെ കിഴങ്ങ് വേവിച്ചിട്ട് അതിന് അരപ്പങ്ങ് അരച്ച് കേട്ടോ. അരച്ച് വെച്ചിട്ട് ഞാൻ വീഡിയോ അവിടെ നിന്ന് എടുത്ത് ഇപ്രാവശ്യം സെറ്റ് ചെയ്തു. ഇവിടെ നല്ല വെട്ടം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അമ്മ ഒരു വിധത്തിൽ പോസ്റ്റ് ചെയ്യൂല കേട്ടോ. എന്നാലും അമ്മ അറിയാണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്തൊക്കെയോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും വോയിസ് ഇടാനേ പറ്റുള്ളൂ. നിങ്ങൾ സ്വന്തം മീൻകറി നോക്കിയാൽ അത് എൻ്റെ മീൻകറി നോക്കാൻ എനിക്കറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനതിന് മുളക് പൊടിയൊക്കെ ഇട്ട് മുക്കൊക്കെ പിടിച്ച് തുമ്മിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ മുളക് പൊടിയൊക്കെ മണ്ടേ കയറി തുടങ്ങി കേട്ടോ. അതാണ് ഏകദേശം മണ്ടേ കയറി തുടങ്ങി. അമ്മയുടെ മീൻകറി കുഴപ്പമില്ല, തേങ്ങ അരച്ചിട്ടുള്ള കറിയല്ലേ. അമ്മ ആ മീനൊക്കെ പറക്കിയിട്ടിട്ട് ഇപ്പോൾ ജോലി തീർന്നിട്ട് പോകും. ഞാനവിടെ ഇളക്കി നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ മീനൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം പോയി കിഴങ്ങൊക്കെ വെച്ച് ചോറൊക്കെ വെച്ചിട്ട് പോയി കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങണം. ഞാൻ പുളിയൊക്കെ ഒന്ന് മുളകൊക്കെ ഞാൻ അവിടെ ഇട്ട് റെഡിയാക്കി എൻ്റെ മീൻ കറി ഞാൻ പെട്ടെന്ന് അടുപ്പിലാക്കും. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ വലിച്ചഴിച്ച് പറയുന്നില്ല, ഇതോട് നിർത്തുകയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു പരിഷ്കാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മ ഞാൻ വീഡിയോട്ട് നോക്കിയാണ് അപ്പം അമ്മ ഒരു വിധത്തിൽ നോക്കലുണ്ട്. ഞാൻ അതിങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം, ഞാൻ നോക്കൂല. അപ്പം ഞാൻ പറഞ്ഞ്, അയ്യോ അത് എന്തൊരു സാധനം അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ നോക്കിയിട്ട് അതാണ് സംഭവിച്ചത്. അങ്ങനെയാണ് അമ്മ. അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെയും മീൻകറി അടുപ്പിലായി, ചോറ് വടിച്ചു, കിഴങ്ങ് റെഡിയാക്കി, എല്ലാം സെറ്റാക്കി. ഞാൻ അവിടെ നിന്ന് നനച്ച് തുടയ്ക്കാമെന്ന് വിചാരിച്ചേ കേട്ടോ. എല്ലാം തുടച്ച് വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങാമല്ലോ. എനിക്ക് പെട്ടെന്ന് ഈ അടുക്കളയിൽ കിടന്ന് ജോലി തീർത്തിട്ട് അങ്ങ് ഇറങ്ങണം, അതാണ് എൻ്റെ ഇഷ്ടം. ഈ കിടന്ന് അടുക്കളയിൽ കിടന്ന് 2-3 മണി വരെ എനിക്ക് വേവിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. പെട്ടെന്ന് കയറുക, വേവിക്കുക, ഇറങ്ങുക. രാവിലെ തന്നെ ജോലികളൊക്കെ തീർത്ത് ശീലിച്ചുകൊണ്ട് ഇപ്പം താമസിപ്പിച്ച് പിന്നെ നമുക്ക് മടിയാവും ഇതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ അതിൻ്റെ കിഴങ്ങിൽ അരപ്പൊക്കെ ഇട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരികയാണ് ഗൈസ്. എനിക്ക് അവിടെ ഫുള്ള് തുളച്ചിട്ട് അമ്മ എൻ്റെ കൂടെ വേറെ എന്തൊക്കെ പണി ചെയ്യാൻ വേണ്ടി പോയി. കാരണം കുറച്ച് ദിവസം കൊണ്ട് വീട്ടിലില്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ വൃത്തിയാക്കലും പിടിപ്പും ബഹളവും നടക്കുന്നത്. അങ്ങനെ ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കി അതും കഴുകിയൊക്കെ വെച്ചിട്ട് ഞാൻ പോകാണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ശീലം ഉണ്ടെന്ന് നോക്കണം, ഇങ്ങനെ കിഴങ്ങിറക്കിയ തുടുപ്പ് എന്ന് പറയും സാധനം നക്കാനായിട്ട്. അങ്ങനെ കിഴങ്ങ് റെഡിയായി, നമ്മൾ രണ്ടുപേരും മീൻ കറിയുടെ സെറ്റായി. എനിക്കുള്ളത് തിളയ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എല്ലാം പോയി വെച്ച ശേഷം പോയി റെസ്റ്റ് എടുത്ത് ഒന്ന് കിടക്കാൻ പറ്റുമോ, അപ്പോഴത്തേക്ക് വരും. അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് കയറി കിടന്നു ഈ ചെക്കൻ. അങ്ങനെ അവൻ TV കണ്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മണ്ടയുടെ കയറി കിടന്നോളാം. അങ്ങനെ ഞാൻ ധ്യാനസും കൂടെ സെറ്റിൽ കുറേ നേരം കിടന്ന് TV കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ ഫോണിലൊക്കെ നോക്കി കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ കൊണ്ട് എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ചോറൊക്കെ ഇട്ട് കപ്പയും മീൻകറിയൊക്കെ ആയിട്ട്, ചോറും കപ്പയും മീൻകറി മാത്രമേ ഉള്ളൂ, വേറെ തോരനും കാര്യങ്ങളും വെച്ചില്ല. അതൊക്കെ കഴിഞ്ഞ ശേഷം എൻ്റെ സ്വന്തം കട്ടിലും എൻ്റെ റൂമും കാണുമ്പോൾ എനിക്ക് പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പം അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇതല്ലേ, നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ കട്ടിലും നമ്മുടെ റൂം നമ്മൾ 3 വർഷം കിടന്നുറങ്ങിയ സ്ഥലമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ക്യൂരിയോസിറ്റി ഇല്ല. ഞാനങ്ങനെ അവിടെ പോയി എൻ്റെ മെരിയെന്നും പോയിട്ട് കിടന്നു. ഇവിടെ നേരെ നോക്കുമ്പോൾ എനിക്ക് റോഡ് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് എൻ്റെ റൂമിൽ നിന്ന് നേരെ നോക്കുമ്പോൾ ഉള്ള വ്യൂ.
ഇവിടെ നിങ്ങളുടെ വിളിച്ചിട്ട് പറ ഇങ്ങ് വരട്ടെ ഇങ്ങ് വരട്ടെ അപ്പം ഞാൻ വിളിച്ച് നാളെ സ്കൂളില്ലെന്നുള്ളത് ഞാൻ അമ്മ ഫോൺ കിടന്ന് നോക്കുന്ന സമയത്ത് കണ്ട അങ്ങനെ എന്നെ വിളിച്ചിട്ട് അമ്മ പറയാണ് അവൻ വിശ്വസിക്കത്തില്ല. നാളെ സ്കൂളാ മതി. വേൾഡ് കപ്പിന്റെ ലാസ്റ്റ് ദിവസമാണ് ഫുട്ബോൾ വേൾഡ്. അപ്പൊ പോക്കോ സ്കൂളിൽ പോയാൽ പറ്റും. നീ മാത്രമേ പോകൂ. പക്ഷെ നിങ്ങളത് കാണിച്ചോടമ്മ, അത് വായിക്കാൻ കാണിച്ചോ. എന്നിട്ട് കാണിക്കുക, വായിച്ചെടുക്കാൻ പറ. അങ്ങനെ ഓരോ ഉറക്കം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടനും അനീഷേട്ടനും കൂടെ വന്നു കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ വട തിന്നണം എന്നോട്ടൊക്കെ പോയി. ഞങ്ങളിവിടെ പോയി വീണ്ടും ആലങ്കോട് പോയി വടയമായി കൊണ്ട് വന്നു. അപ്പോൾ അനീഷേട്ടൻ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിൽ പിടിച്ചത് കൊണ്ടുവന്നിട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയേ. അങ്ങനെ അത് കഴിച്ച് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് വടയും കട്ടനും ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായിരുന്നു വട ചവച്ച് വെച്ചിരിക്കുന്ന ഈ മനുഷ്യർ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അണ്ണാച്ചിയാമ്മൻ തിളച്ച എണ്ണയിലിട്ടുണ്ടെങ്കിൽ ചൂട് കടയെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ വടയും ചമ്മന്തിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരു ട്രിപ്പ് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എൻ്റെ ചേട്ടൻ അങ്ങോട്ട് പോയി. ഈ മനുഷ്യൻ വെളിയിൽ അങ്ങോട്ട് പോയി ഫോൺ വിളിച്ചോണ്ട് അങ്ങനെ പോയി. അപ്പം ഞാൻ എൻ്റെ കൈ നോക്കുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടിച്ച കൈ കണ്ടിരിക്കുന്നത് നല്ല കളർ കേട്ടോ. എനിക്കൊന്നും രക്തമില്ലാത്തവർക്ക് പറ്റിയ സാധനമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അങ്ങനെ ഇവരെല്ലാം കൂടെ ഇവിടെ പ്ലാൻ ചെയ്ത് സിനിമ കാണാൻ പോകാനാണ് ഇവരെല്ലാം ഒത്തുകൂടിയാട്ടോ. ഈ ചേട്ടനും അനീഷേട്ടനും എൻ്റെ സ്വന്തം കെട്ടിയാണ്. അപ്പം ഒരാളതും അവിടെ വണ്ടി ഇറക്കി ഇവരുടെ കൂടെ ഇവിടെ കഥയും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ അവർ നേരെ പോയി ഇനി വേൾഡ് കപ്പ് കണ്ടിട്ടേ വരുള്ളൂ ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ നോക്കാം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഫ്ലൈറ്റും പോയി അവരും പോയി എല്ലാവരും പോയി ഗൈസ്, ഞങ്ങൾ മാത്രമായി. ഹലോ ഗൈസ്, ഞാനപ്പോൾ വയലിൻ ക്ലാസ്സിൽ പായും വിരിപ്പായിട്ട് വരെ പോയാൽ മതി. എന്നാലും സ്കൂട്ടി പോകാൻ. അപ്പോൾ എന്തായാലും ചേട്ടൻ ആലപ്പുഴ പോവും. അപ്പോൾ അതിന് മുന്നേ ഇവനെ ഇനിയിപ്പോൾ വീണ്ടും അങ്ങോട്ട് കൊണ്ടുവരുന്നേക്കാളും ഞങ്ങളിന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വിചാരിച്ച് കയറിയാൻ വേണ്ടി വീഡിയോസ് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവൻ ഞങ്ങൾ ചെന്ന ഉടനെ വണ്ടി കണ്ടാൽ ചാടിക്കയറിക്കും. പക്ഷെ ഫ്രണ്ടിലാണ് സാധാരണ കയറുന്നത്. ഇത്തവണ ബാക്കിൽ കയറി ഇരുന്ന് കേട്ടോ. കഴുത്തിൽ ചുമ്മാ കെട്ടിയേക്കുന്നതിന് അവ ഇറങ്ങത്തൊന്നുമില്ല. പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അമ്മ കെട്ടി ചെയ്യുന്ന കേട്ടോ. പിന്നെ ഇത് അവർ വന്നപ്പോൾ ഉള്ള ബഹളമാണ് ഈ കാണിക്കുന്ന ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പോയി സ്നേഹിച്ചിട്ട് അവരുടെ വഴിക്ക് പോകും കേട്ടോ. അങ്ങനെ എന്തായാലും ലിയോനെ കെട്ടിയിട്ടേക്കുന്നതിൻ്റെ ബഹളമാണ് അവൻ കാണിക്കുന്നത്. ഇവൻ വന്നപ്പോഴത്തേക്ക് അവന് കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.